Welcome to Electronic Instrumentation class, BSc Main Physics, Semester 6, elective paper 5, Semester 6, Electronic Instrumentation class, BSc Main Physics. This is class number EI-18, Horizontal Deflection System in CRO from Unit 2 Oscilloscopes. Horizontal Deflection System in CRO. CROയിലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഓസിലോസ്കോപ്പ് യൂണിറ്റിൽ നിന്നുള്ള ടോപ്പിക്കാണ്. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റമിൽ CRO എന്താണ്? CROയിലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം പഠിച്ചിരുന്നു. ഇത് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റമാണ്. Horizontal deflecting system of the cathode ray oscilloscope CRO consists of the following stages. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിന് ഇനി പറയുന്ന സ്റ്റേജുകളാണുള്ളത്. 3 സ്റ്റേജായിട്ടാണ് പറയുന്നത്. നമ്പർ 1 സൂപ്പ് ജനറേറ്റർ ഓർ ടൈം ബേസ് ജനറേറ്റർ, ടൈം ബേസ് സർക്യൂട്ട് എന്ന് പറയും. നമ്പർ 2 ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. നമ്പർ 3 ദ ട്രിഗർ സർക്യൂട്ട്. ഇങ്ങനെ 3 സർക്യൂട്ടുകളാണ് ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റം CROയിലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ സിസ്റ്റത്തിലുള്ളത്. ഏതൊക്കെയാണ്? സ്യൂപ്പ് ജനറേറ്റർ, അതിൻ്റെ മറ്റൊരു പേരാണ് ടൈം ബേസ് സർക്യൂട്ട്, ടൈം ബേസ് ജനറേറ്റർ. നമ്പർ 2 ദ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ. നമ്പർ 3 ദ ട്രിഗർ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ആമുഖമായിട്ട് പറയുകയാണ്. ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്പം ലെങ്തിയാണ്, പോയിൻ്റൊക്കെ ഓർത്തിരിക്കണം. ഫോർ ആൻ ഓസിലോസ്കോപ്പ് to display the waveform under study, the voltage which is linearly increasing with the time is required. Also, the voltage has to fall in its amplitudes at time periods that are equal or multiple of the input signal. This voltage which is of sawtooth waveform is applied to the horizontal deflection plates to sweep the beam horizontally. Here is the name sweep voltage or time base voltage അപ്പോൾ നമ്മളിതിൻ്റെ പ്രവർത്തനത്തിന് ഒരു ടൈം ബേസ് വോൾട്ടേജ് ആവശ്യമുണ്ട്. ടൈം ബേസ് വോൾട്ടേജ് ടൈം ബേസ് സർക്യൂട്ട് കൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ് ഈ ടൈം ബേസ് സർക്യൂട്ട്. അതൊരു സോ ടൂത്ത് വേവ് ഫോമാണ്, ആർക്കവാളിൻ്റെ പല്ല് ഷേപ്പിൽ വരുന്ന ഒരു വേവ് ഫോമാണ്. അതാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എ സ്യൂപ്പ് ജനറേറ്റർ, ടൈം ബേസ് ജനറേറ്റർ. എ സ്യൂപ്പ് ജനറേറ്റർ ഇസ് യൂസ് ടു പ്രൊഡ്യൂസ് ദ സ്യൂപ്പ് വോൾട്ടേജ്. അപ്പോൾ ടൈം ബേസ് വോൾട്ടേജ്, സോ ടൂത്ത് വോൾട്ടേജ്, സ്യൂപ്പ് വോൾട്ടേജ് നിർമ്മിക്കാൻ നമ്മളൊരു സ്യൂപ്പ് ജനറേറ്റർ അല്ലെങ്കിൽ ടൈം ബേസ് ജനറേറ്റർ ഉപയോഗിക്കും. ദ സ്യൂപ്പ് വോൾട്ടേജ് വിൽ ബി എംപ്ലോയിങ് ആൻ RC ചാർജിങ് സർക്യൂട്ട്. ദി കപ്പാസിറ്റർ ആഫ്റ്റർ അക്യൂറിങ് ദി predetermined value of charge will be discharged using a voltage operated switch. Charging of the capacitor is done through a constant current generator. The sweep voltage waveform is shown below. അപ്പോൾ ഇത് ഒരു കപ്പാസിറ്റർ ചാർജിങ്ങിനെയും പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയും ആശ്രയിച്ചുള്ള ഒരു സർക്യൂട്ടാണ് ടൈം ബേസ് സർക്യൂട്ട്. ഒരു ടൈം ബേസ് സിഗ്നൽ ഒരു സോട്ടൂത്ത് വേവ് ഫോമാണ്. അതിൽ കാണുന്ന പോലെയാണ്. ഇപ്പോൾ 2 രീതിയിലുള്ള വേവ് ഫോം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. രണ്ടിനെയും വിളിക്കുന്ന പേരാണ് ടൈം ബേസ് സിഗ്നൽ. ആ മുകളിൽ കാണുന്നതാണ് ജനറൽ സ്യൂപ്പ് വോൾട്ടേജ് എന്ന് പറയും. ക്രമേണ റൈസ് ചെയ്യും, പിന്നെ ഫാൾ ചെയ്യും, പിന്നെ ക്രമേണ റൈസ് ചെയ്യും, ഫാൾ ചെയ്യും. താഴെ എക്സാക്റ്റ് സോട്ടൂത്ത് വോൾട്ടേജാണ് റൈസ് ആൻഡ് ഫാള കാണിച്ചിരിക്കുന്നത്. ആർക്കവാളിൻ്റെ പല്ല് പോലത്തെ വോൾട്ടേജ്, ഇതാണ് ടൈം ബേസ് വോൾട്ടേജായിട്ട് ഉപയോഗിക്കുന്നത്, സ്യൂപ്പ് വോൾട്ടേജായിട്ട്. The linearly increasing portion of the voltage is called ramp voltage. ക്രമേണ ഉയരുന്ന വോൾട്ടേജിനെ, അപ്പോൾ അർക്കവാളിൻ്റെ ആ പല്ലുണ്ടല്ലോ, അതിങ്ങനെ ക്രമേണ ഉയരുന്ന പോലെയാണ് വരുന്നത്. The linearly increasing portion of the voltage is called ramp voltage. റാമ്പ് എന്ന് പറഞ്ഞാൽ കയറിപ്പോകുന്ന രീതി. The beam is swept from left of the screen to the right during the rise period of the super voltage
TS, the time taken by the voltage to fall to the initial value from the maximum T, it is TR. TR is called താഴോട്ട് വരാനുള്ളത് ഈസ് കോൾഡ് റീട്രേസ് പീരീഡ്. അപ്പോൾ ഒരു സ്യൂപ്പ് പീരീഡ് TS ഉണ്ട്, ഒരു റീട്രേസ് പീരീഡ് TR ഉണ്ട്. During this retrace period, the electron beam is cut off in order to blank the display of the retrace on screen. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ടാണ് നമ്മൾ പറയുന്നത്. സ്യൂപ്പ് ജനറേറ്റർ യൂസിങ് UJT, ഒരു യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ സെമിസ്റ്റർ 5 ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ അവിടെ UJT പഠിക്കും. UJTയുടെ ഒരു ആപ്ലിക്കേഷനാണ് ടു പ്രൊഡ്യൂസ് സോട്ടൂത്ത് വോൾട്ടേജ്. അത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് CROയിലാണ്. അപ്പോൾ CROയിൽ UJT വെച്ചിട്ടാണ് ഈ സ്യൂപ്പ് വോൾട്ടേജ്, സോട്ടൂത്ത് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുക. സ്യൂപ്പ് ജനറേറ്റർ യൂസിങ് UJT. The circuit of സ്യൂപ്പ് ജനറേറ്റർ യൂസിങ് UJT is shown below in figure. താഴെ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട് നമ്മൾ. The RC circuit consists of resistor R1 and the capacitor C1 or RT and CT. The UJT is connected as a voltage operated switch across the capacitor. ഇതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ആ രണ്ട് പാരഗ്രാഫിൽ വായിച്ചിട്ട് വരാം. When the supply is switched on the capacitor, the capacitor gets charged through the resistance RT as the emitter and base one of the UJT are across the capacitor CT. The emitter voltage goes on increasing with the charge of the capacitor. When the voltage across the capacitor, that is the emitter voltage on the UJT, reaches a value slightly greater than the peak voltage of UJT, the emitter base 1 diode conducts heavily. This discharges the capacitor. As the voltage at the emitter is lost, the UJT ceases to conduct. Again, the capacitor gets charged. അപ്പോൾ ഇതൊരു റിപ്പീറ്റേറ്റീവ് പ്രോസസ്സാണ്. ആദ്യം ക്രമേണ ചാർജ് ചെയ്യും, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും. UJT വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് എന്ന് വരയ്ക്കണം. ഈ ആദ്യം കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന പടമാണ് UJT സ്യൂപ്പ് സർക്യൂട്ട്. UJT ആണ് ഇവിടെ കാണിച്ചത്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് ആ സർക്യൂട്ട് റൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു 3 റെസിസ്റ്റർ 3 സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പാസിറ്റി ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുന്നത് വളരെ സ്ലോയിലാണ്, ഡിസ്ചാർജ് ചെയ്യുന്നത് പെട്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സോട്ടൂത്ത് ഔട്ട്പുട്ട് വേവ് ഫോമാണ് വരച്ചിരിക്കുന്നത്. ക്രമേണ റൈസ് ചെയ്യും, പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ആ ഡിക്രീസിങ് പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് താഴെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഹോറിസോണ്ടൽ ആംപ്ലിഫയർ ആണ്.
അപ്പോൾ നമ്മൾ സ്യൂപ്പ് സർക്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഹോറിസോണ്ടൽ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രാം, അതിലൊരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്. ഇതിൽ കാണുന്ന ബ്ലോക്ക് ഡയഗ്രാം. The block diagram of horizontal amplifier is shown below in the figure. ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഈ രണ്ടാമത്തെ പാർട്ട് കൂടി നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കി വരയ്ക്കുക. ഇതെല്ലാം ഇത് കാണിക്കുക. ആ പടം വരച്ചിട്ട് അവിടെയുള്ള പാർട്ട് കൂടി എഴുതാൻ മറന്നു പോരുത്. ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ദി ഹോറിസോണ്ടൽ ആംപ്ലിഫയർ ഈസ് ഷോൺ ബിലോ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇതൊരു ഹോറിസോണ്ടൽ ആംപ്ലിഫയർ വേണം. ഇപ്പോൾ സ്യൂപ്പ് സർക്യൂട്ട് കഴിഞ്ഞാൽ പിന്നെ ഹോറിസോണ്ടൽ ആംപ്ലിഫയർ അതാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. സ്യൂപ്പ് ജനറേഷൻ, പ്രീ ആംപ്ലിഫയർ, ഹോറിസോണ്ടൽ പൊസിഷൻ, അതെല്ലാം മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഹോറിസോണ്ടൽ ആംപ്ലിഫയറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ക്ലിയറായിട്ട് മനസ്സിലാകും. അവിടെ കാണുന്നതെല്ലാം വായിക്കാൻ പറ്റുന്നതാണ്. എഴുതുക. The horizontal amplifier in CRO deals only with the super frequency signals. Hence, its bandwidth requirements are not critical as that of the vertical amplifier. The horizontal amplifier handles signals of considerable amplitudes. However, the gain of this amplifier must be less. The horizontal amplifier consists of an input signal amplifier which is a single-ended amplifier. നിങ്ങൾ സിംഗിൾ എൻഡഡ്, ഡബിൾ എൻഡഡ് ആംപ്ലിഫയർ ഒക്കെ ഓപ്പണിൽ പഠിക്കുന്നതാണ്. This receives its input from the mode switch. The mode switch presents either the output of the internal soup generator or the external horizontal input signal. The CRO can be used with the external signal in XY mode instead of usual YT mode in the external position of the usual YT mode. In the external position of the mode switch, the output of the input signal amplifier is given to a paraphase amplifier which drives the push-pull output amplifier. The push-pull output amplifier presents the positive and negative going ramp voltage of the required amplitude to the two deflecting plates, horizontal deflecting plates. This ensures simultaneous application of voltages to the deflecting plates. Along with this super voltage, an offset voltage also is presented to the input signal amplifier. This DC offset voltage positions the spot on the screen of the cathode ray tube. ഇനി മൂന്നാമത്തെ പാർട്ടാണ് ട്രിഗേർഡ് സ്യൂപ്പ് സർക്യൂട്ട് ഇൻ CRO. ട്രിഗേർഡ് സ്യൂപ്പ് ഇൻ CRO തേർഡ് പാർട്ടാണ്. Normal soup generators apply their soup voltage through the horizontal amplifier to the deflecting plates. This does not require any start signal for the soup to generate its ramp voltage. അപ്പോൾ ഇതാണ് ട്രിഗേർഡ് സ്യൂപ്പ് സർക്യൂട്ടിൻ്റെ ഒരു പടം. ട്രിഗേർഡ് സ്യൂപ്പ് സർക്യൂട്ട് ഇത് കാണുന്നതാണ്. ട്രിഗേർഡ് സ്യൂപ്പ് സർക്യൂട്ടിൻ്റെ വാല്യൂ അപ്പോൾ ട്രിഗർ ഇൻപുട്ടാണ് R1 R2 UJT കാണിക്കണം. അത് സർക്കിളിനകത്ത് വരയ്ക്കാം. പിന്നെ വേരിയബിൾ റെസിസ്റ്റർ ഒരു കപ്പാസിറ്റി ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബോക്സിൽ വരക്കാത്തത് ലെഫ്റ്റിൽ കാണുന്നത് ഡയോഡ് ലെഫ്റ്റിൽ കാണുന്നത് ഒരു UJT ആണെന്ന് ഓർക്കുക. From the figure, it can be observed that this is a modification of UJT super generator. A voltage divider is formed by the two resistors R3 and R4.
across the supply VB. The values of the resistances R3 and R4 are so selected that the voltage on the cathode of the diode is less than the peak voltage of the UJT VP. The timing circuit consists of R1 and C1, which is connected to the supply. The UJT is connected as shown in the circuit with R2 in base 2 and R1 in base 1. നിങ്ങൾക്കറിയാം UJTക്ക് രണ്ട് ബേസുകളുണ്ട്, base 1 and base 2. The diode is placed between the midpoint of the RT-CT combination for timing and the potential divider formed by R3 and R4. R3 and R4. ഈ ലാസ്റ്റ് ഒരു പാരഗ്രാഫാണ് നമ്മൾ എന്തിനാണ് ഈ സി ആർ ഒയുടെ പ്രധാന ഉപയോഗം. ഫസ്റ്റ് എസ്ഐയിൽ നമ്മൾ സി ആർ ഒയുടെ തുടങ്ങിയപ്പോൾ, ഓസിലോസ്കോപ്പ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് എസ്ഐയിൽ ഞാനിത് ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഏതെല്ലാം ക്വാണ്ടിറ്റിയാണ് ഇവിടെ അളക്കുക? Electrical quantities measurements by using CRO can be done like amplitude, time period and frequency. അപ്പോൾ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതുപോലെ ടൈം പീരീഡ്, ഫ്രീക്വൻസി, ഇതൊക്കെയാണ് ഫേസ്, ഇതൊക്കെയാണ് ഒരു CRO വെച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റിഫ്ലക്ഷൻ സിസ്റ്റം, അതിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് താഴെ ലിസ്റ്റ് ചെയ്യുന്നത്. The important questions are given below. Explain briefly the horizontal deflection system in CRO. Question number 2. എല്ലാം ഷോർട്ട് ആൻസേഴ്സ് ആണ്. What are the 3 important sections in a CRO horizontal deflection? Deflection system. Next question. Draw the shape of the sawtooth waveform. നമ്മൾ ആ നേരത്തെയുള്ള പടത്തിൽ കാണിച്ചിട്ടുണ്ട്. Draw the diagram of UJT sweep generator circuit. Draw the block diagram of horizontal amplifier. Explain triggered sweep in CRO. What are the quantities measured using CRO? Amplitude, frequency, phase എന്നൊക്കെ പറയാം, ടൈം പീരീഡ് എന്നൊക്കെ പറയാം, അളക്കുന്ന ക്വാണ്ടിറ്റീസ്. That is all about the horizontal deflection system in a CRO. Class number EI-18. We continue our class. Thank you very much.